ഫെൻസിങ് ഇട്ടിരിക്കുന്നത് എന്താ? സ്വന്തമായിട്ടാണോ? സ്വന്തമായിട്ടാ. എത്ര രൂപ ചെലവ് വന്നു? 10-50,000 രൂപ എടുത്ത് ചെലവാ. വലിയ ബുദ്ധിമുട്ടാണ് ആനയെ കൊണ്ട്. ആനയെക്കൊണ്ട് വേനലായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. മാവും പ്ലാവൊക്കെ ആക്കിയല്ലോ, ആ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എത്ര കാലമായി ചെയ്തിട്ട്? ഇപ്പൊ ഇത് 1 വർഷം കഴിഞ്ഞോളൂ. ഇത് ജോണി. എറണാകുളത്തെ കൂത്താട്ടുകുളത്ത് നിന്ന് 25 വർഷം മുൻപ് കാന്തല്ലൂരിലെത്തിയതാണ് കൃഷി ചെയ്ത് ജീവിക്കാൻ. അന്ന് ഇത്രയധികം കാട്ടാനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കഥ മാറി. ഏത് നിമിഷവും വലിയ കാട്ടാനക്കൂട്ടം വീടിന് മുന്നിലേക്ക് ഇറങ്ങി വരും. ചുറ്റുമുള്ള കൃഷി പാടെ നശിപ്പിച്ച് കടന്നുപോകും. ജീവനെങ്കിലും രക്ഷിച്ചെടുക്കാനാണ് ഈ കുഞ്ഞു വീടിന് ചുറ്റും ഇതുപോലെ ഇല്ലാത്ത പണം മുടക്കി വൈദ്യുതി വേലി സ്ഥാപിച്ചത്. ഇത് ഉറപ്പൊന്നുമില്ല, തൽക്കാലത്തേക്ക് ഒരു പിടിച്ചേപ്പ്. ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ കിടക്കാമല്ലോ, പെൻഷൻ കണ്ടു. പിന്നെ പറമ്പിൽ എന്തെങ്കിലും കൃഷിയും ചെയ്യാമല്ലോ. ക്യാൻസർ രോഗിയായ ഭാര്യയുടെ തുടർ ചികിത്സ പോലും സാമ്പത്തിക പ്രതിസന്ധിയിൽ മുടങ്ങിയിരിക്കുകയാണെന്ന് ജോണി പറയുന്നു. ജോണിയുടെ തൊട്ടപ്പുറത്താണ് ഈശ്വരിയുടെ വീട്. അവിടെയും വൈദ്യുതി വേലി കെട്ടിയാണ് ആ കുടുംബവും ജീവിക്കുന്നത്. കാന്തല്ലൂരിൽ ഇതുപോലത്തെ കാഴ്ചകളാണ് നമുക്കെവിടെയും കാണാൻ കഴിയുന്നത്. വീടിന് ചുറ്റും വൈദ്യുതി വേലി സ്ഥാപിച്ച് അതിൻ്റെ ഒരു ഉറപ്പിൽ മാത്രമാണ് ഈശ്വരിയും കുടുംബവും ജീവിച്ചു പോകുന്നത്. ഈ കുഞ്ഞു കുടിലിന് മുന്നിൽ അവർ ഏത് നിമിഷവും കാട്ടാനക്കൂട്ടത്തെ ഭയന്നാണ് കഴിയുന്നത്. കൃഷി പാടെ തകർത്തെറിയുന്നതോടെ വരുമാന മാർഗവും നിലച്ചിരിക്കുകയാണെന്ന് ഈശ്വരി പറയുന്നു. കാട്ടുപോത്തും വരും, ആന വരും. അങ്ങനെ 10-300 മരം ഞങ്ങളുടെ അടയ്ക്കാൻ മരം നേരത്തെ കളഞ്ഞു. ഇതുപോലെ അതിന് വേണ്ടി 10-12 ലക്ഷം രൂപ കൃഷി ചെയ്യാൻ കടം മേടിച്ചത്. അത് അടിമാലി ബാങ്കിൽ പലിശയും മുതലായിട്ട് അത് അങ്ങനെ കിടക്കുന്നു. തമിഴ്നാട്ടിലെ ചിന്നാറിൽ നിന്നടക്കം ഇപ്പോൾ കാട്ടാനക്കൂട്ടം കാന്തല്ലൂർ, മറയൂർ മേഖലകളിലേക്ക് ഇറങ്ങി വരികയാണ്. ചിന്നാർ എന്ന് പറഞ്ഞാൽ പിന്നെ തമിഴ്നാടിൻ്റെ ബോർഡറായി 16 കിലോമീറ്ററാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ കാട്ടുകളിൽ തീറ്റയൊന്നുമില്ല. പക്ഷെ അവരിപ്പം തീറ്റ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് തമിഴ്നാട്ടുകാർ. ഒരു 10-50 ഹെക്ടർ എടുത്ത് സോളാർ ഫെൻസിങ് ചെയ്ത് അതിൽ തീറ്റയായി കഴിയുമ്പോഴേക്കും അത് മാറ്റിയിട്ട് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൃഗങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥയേ ഉണ്ടാകില്ല. വനം വകുപ്പ് വൈദ്യുതി വേലി സ്ഥാപിച്ചു നൽകിയില്ലെങ്കിലും പുതുവെട്ടുകാർ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുകയാണ്. ജീവിക്കാൻ മറ്റൊരു നിവൃത്തിയുമില്ല. കാന്തല്ലൂരിൽ നിന്നും നിഖിൽ ജോസഫിനൊപ്പം ബിന്നിൽ, മാതൃഭൂമി ന്യൂസ്.